നമസ്കാരം, ഞാൻ നന്ദകിഷോർ. ശശിപ്രകാശ് രചിച്ച് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച അഘോര എന്ന നോവൽ അത് ഇടയായിട്ട് ഞാൻ വായിക്കാനിടയായി. ഈ അഘോര എന്ന നോവലിലെ പ്രതിപാദ്യം ദേവവ്രതൻ എന്നൊരു നാട്ടുംപുറത്തുകാരൻ ആധ്യാത്മിക സാധനയിലൂടെ ആധ്യാത്മിക അനുഭൂതിയുടെ തുംഗശൃംഗങ്ങളിലേക്ക് കയറിപ്പോകുന്നതാണ് അതിൻ്റെ പ്രമേയം. ഒരു ആധ്യാത്മിക സാധന അഘോര സമ്പ്രദായത്തെ കേന്ദ്രബിന്ദുവായി എടുത്ത് അതിൻ്റെ വിസ്താരമാണ് ഈ നോവൽ. താന്ത്രിക സമ്പ്രദായം അനുസരിച്ച് ബിന്ദുവിൻ്റെ വിസ്താരമാണ് പ്രപഞ്ചം. ആ നിലയ്ക്ക് ഈ കേന്ദ്ര ബിന്ദുവിൻ്റെ വിസ്താരമാണ് ഈ നോവൽ. ഇത് വളരെ മനോഹരമായിട്ട് ശശിപ്രകാശ് രചിച്ചിട്ടുണ്ട്. ശശിപ്രകാശിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് ഇത്. പക്ഷേ ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് ഇത് വളരെ കൃതഹസ്ഥനായ ഒരു നോവലിസ്റ്റ് എഴുതിയ ഒരു പുസ്തകമാണ് എന്ന പ്രതീതിയാണ് ഇത് നമുക്ക് ഉണ്ടാക്കുക. എന്നിൽ അതാണ് ഉണ്ടാക്കിയത്. ഞാൻ ഒറ്റ ഇരിപ്പിലിരുന്ന് ഈ നോവൽ വായിച്ചു തീർത്തു. അപ്പം അത്രമാത്രം ആ പ്രതിപാദനത്തിലെ ഒരു രസികത്വം ശശിപ്രകാശ് ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു നോവലിൻ്റെ എല്ലാ രസമാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ രസനീയതയും ഈ നോവലിൻ്റെ ഒരു രസനീയത എല്ലാം ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ആധ്യാത്മിക സാധന കേന്ദ്രബിന്ദുവായിട്ട് പ്രതിപാദിക്കുകയും കേന്ദ്രബിന്ദുവായിട്ട് അതിനെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഒരു നോവലെ രസകരമായി കൊണ്ടുപോവുക എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ അത് വാസ്തവത്തിൽ സ്വർണത്തിന് സുഗന്ധം ചേർന്ന പോലെയുള്ള ഒരു അനുഭൂതിയാണ് നമുക്ക് പകർന്നു തരുന്നത്, പഴയ ഭാഷയിൽ പറയുമ്പോൾ. അതെ. അപ്പം എന്തായാലും അഘോരികൾ ആരാണ്, ഈ അഘോരികളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നതിനും അതുപോലെ തന്നെ അഘോര എന്ന് പറയുന്നൊരു സാധനാ സമ്പ്രദായമാണ് എന്നും അവരുടെ സാധനാ സമ്പ്രദായങ്ങളുടെ രീതികളൊക്കെ ഘോരം അല്ലെങ്കിൽ അതിഘോരം ആണെങ്കിലും അവരൊക്കെ അഘോരന്മാരാണ്, അവർ ഘോരന്മാരല്ല. അവരുടെ അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ ശൂലം, ജട ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഘോരമായി തോന്നുമെങ്കിലും സാക്ഷാൽ പരമശിവന്റെ പോലെ തന്നെ ലോകമംഗളം ലക്ഷ്യമാക്കി തപസ് ചെയ്യുന്ന ആളുകളാണ് അവർ എന്ന വസ്തുത ഇതിൽ വളരെ യുക്തിസഹമായും രസകരമായും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താന്ത്രിക സമ്പ്രദായം അനുസരിച്ച് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ ഇങ്ങനെ ഷഡ്ചക്രങ്ങളിലൂടെ മൂലാധാരത്തിൽ 3.5 ചുറ്റായി കിടക്കുന്ന കുണ്ടലിനി ഉണർന്ന് ഈ ഷഡ്ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവനുമായി യോജിച്ച് മനുഷ്യ ശരീരത്തിലെ 70,000 നാഡികളിൽ അമൃതവർഷം ഉണ്ടാകുന്നു. അങ്ങനെ സങ്കല്പമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനാ സമ്പ്രദായത്തിൻ്റെ അത് താന്ത്രിക രീതി അനുസരിച്ചുള്ളൊരു ഉപാസനാ സമ്പ്രദായമാണ്. ഇത് അഘോര രീതിയിൽ അത് വരുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം ഇതിനുണ്ട്. അപ്പോൾ ആ സാധനാ സമ്പ്രദായം വർണ്ണിക്കുന്ന കാണുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ അത് ഭയം ജനിപ്പിക്കുന്ന ഒരു സാധനാ സമ്പ്രദായമാണ് സാധാരണക്കാരിൽ. പക്ഷേ ഈ ഭയത്തെ അതിജീവിച്ച് അത് തന്നെയാണ് ഈ നോവലിൻ്റെ കേന്ദ്ര പ്രമേയം. ഇതിലെ നായകനായിട്ടുള്ള ദേവവ്രതനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഗുരു സൂക്ഷ്മ ശരീരം അത് പുറത്തു വന്ന് അദ്ദേഹത്തോട് ആത്മസാക്ഷാത്കാരത്തിന് നിനക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണെന്ന് നീ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുകയും പിന്നീട് അത് യമനെക്കുറിച്ചുള്ള ഭയമാണ്, മരണഭയമാണ്. ഈ ഭയമാണ് മനുഷ്യനെ ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് തടയുന്നത് എന്നും ഈ ഭയത്തെ മനുഷ്യൻ മറികടന്നാൽ അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ സത്തയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവന് ആത്മീയ അനുഭൂതി ഉണ്ടാകുന്നു. ആത്മീയാനുഭൂതിയുടെ പരമമായ ആത്മീയാനുഭൂതി ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ നോവലിൻ്റെ ഇത് പ്രതിപാദ്യം. വളരെ അതിന് ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ ഇങ്ങനെ ഇയാളുടെ വ്യക്തി ജീവിതം പ്രതിപാദിക്കുന്നു, കുടുംബജീവിതം പ്രതിപാദിക്കുന്നു, സാധനാ ജീവിതം പ്രതിപാദിക്കുന്നു, സാധനാ ജീവിതത്തിലെ പലവിധ ഘട്ടങ്ങൾ പ്രതിപാദിക്കുന്നു, അതിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന പല വ്യക്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, അവരെങ്ങനെയാണ് സാധന അനുഷ്ഠിക്കുന്നതിന് ഇദ്ദേഹത്തെ സഹായിക്കുന്നതെന്നും ഇദ്ദേഹം അവരെ എങ്ങനെയാണ് സഹായിക്കുന്നത്. അങ്ങനെ വളരെ രസകരം. പിന്നെ അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നുണ്ടാകുന്ന സംഭവങ്ങൾ, പിന്നെ വീണ്ടും തിരിച്ചു പോകുന്ന സംഭവങ്ങൾ, ഇതിൻ്റെ ഒക്കെ ചുരുക്കം. മാത്രമല്ല
ഇത് എങ്ങനെയാണ് മതങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വിവിധ ജാതികളും മതങ്ങളുമായിട്ട് ഒരേ പരമസത്യമാണ് ഈശ്വരൻ എന്നിരിക്കെ അതിൻ്റെ പേരിൽ സ്വാർത്ഥമതികളായ ആളുകൾ എങ്ങനെയാണ് മനുഷ്യനെ വെട്ടിത്തിരിച്ച് പല ജാതിയിലും പല കക്ഷിയിലും പല പാർട്ടികളിലൊക്കെ പെടുത്തി മനുഷ്യൻ തമ്മിൽ കലഹിക്കുന്നത്. അങ്ങനെ കലഹിക്കുന്ന ഒരേ ഒരു വ്യക്തി മനുഷ്യൻ മാത്രമാണ് എന്ന ഒരു നിരീക്ഷണം ശശിപ്രകാശ് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഘോരൻ ഒരിക്കലും ശിഷ്യന്മാരെ ഉണ്ടാക്കാനോ മഠം സ്ഥാപിക്കാനോ തൻ്റെ പ്രതിമ സ്ഥാപിക്കാനോ ഒന്നും പുറപ്പെടാതെ തന്നെ ലോകമംഗളത്തിന് വേണ്ടി തപസ് ചെയ്യാൻ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ അദ്ദേഹത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അഘോര സമ്പ്രദായത്തിലൂടെ കടന്നു വന്ന് അതിനു മുമ്പ് അദ്ദേഹം ഹഠയോഗം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ആധ്യാത്മിക സാധനയിലൂടെയൊക്കെ കടന്നു പോയതിന് ശേഷം ഈ വ്യക്തി ഈ പ്രപഞ്ചസത്തയുമായി പ്രപഞ്ചം പ്രവർത്തിപ്പിക്കുന്ന മഹാവൈഭവവുമായി സാദാത്മ്യം പ്രാപിച്ചതിന് ശേഷം അങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന ഉദ്യമങ്ങളും അതിൽ വന്നു ചേരുന്ന അദ്ദേഹത്തിന് വന്നു ചേരുന്ന പല സാഹചര്യങ്ങളെക്കുറിച്ചും ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അതിരസകരമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു നോവലാണ് ഇത്. ശശിപ്രകാശിൻ്റെ ആദ്യത്തെ നോവലാണ്. അത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. വളരെയധികം നോവലുകൾ എഴുതിയ ഒരാൾ പ്രതിപാദിക്കുന്ന ഭാഷയുടെ ഒഴുക്ക്, അതുപോലെ തന്നെ പ്രതിപാദന രീതി, അതുപോലെ തന്നെ നായകൻ്റെ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം അതിൽ അനുവർത്തിച്ചിട്ടുള്ള സങ്കേതം എന്ന് പറയുന്ന ചില ഘട്ടങ്ങളിൽ നായകൻ്റെ മാനസികാവസ്ഥ ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുകയും അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വെളിവാകുകയും അങ്ങനെ നോവലിൻ്റെ രസകരമായ എല്ലാ ക്രാഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാന്നുള്ള എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായി രചിച്ചിട്ടുള്ള ഒരു നോവലാണ് ഈ അഘോര. ഈ അഘോര എന്ന നോവല് ഇപ്പം 3ാമത്തെ പതിപ്പിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിന് കൂടുതൽ വായനക്കാരുണ്ടാവട്ടെ. അഘോരികൾ എല്ലാത്തിലും കള്ളനാണയങ്ങളുള്ളതുപോലെ അഘോരികളിലും കള്ളനാണയങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അവരെ സൂക്ഷിക്കണം. ആ സാധനയുടെ ഒരു ഭയങ്കരത്വം ഇപ്പോൾ വാസ്തവത്തിൽ ശിവന്റെ രൂപം കണ്ടാൽ പാമ്പ്, തലയോട്, അതുപോലെ തന്നെ ജട, ശൂലം, ശ്മശാനവാസം ഇതൊക്കെ കണ്ടാൽ മനുഷ്യർക്ക് ഭയം ഉണ്ടാവും. പക്ഷെ അത് അഘോരമാണ്, ഭയപ്പെടേണ്ടതല്ല. അത് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഇളനീര് പോലെ മൃദുവും പ്രപഞ്ചത്തിലെ സർവ്വഭൂതങ്ങളുടെയും മംഗളം കാക്ഷിക്കുന്നതുമാണ്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ അഘോരികൾ. യഥാർത്ഥ അഘോരികൾ എന്ന് പറയുന്ന അവർക്ക് ഈ പ്രപഞ്ചസത്യമായി താതാത്മ്യം പ്രാപിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വാർത്ഥിയാകാൻ പറ്റില്ല. സ്വാർത്ഥം, ഭയമാണ് തടസ്സം. ഇയാൾക്കത് ഈ പ്രപഞ്ചസത്യയെ സാക്ഷാത്കരിക്കാൻ എന്ന് നമ്മൾ ഇതിൽ പ്രതിപാദിക്കുന്നതായിട്ട് കണ്ടു. ഭയത്തിൻ്റെ ഹേതു സ്വാർത്ഥമാണ് ശരിക്ക്. അപ്പം ഈ സ്വാർത്ഥം വെടിയാത്ത ഒരാൾക്ക് ഒരിക്കലും എന്താവാൻ സാധിക്കില്ല, ഒരു ലോകമംഗളത്തിന് വേണ്ടി പ്രയത്നിക്കാൻ സാധിക്കില്ല. വിശ്വമംഗളം കൊണ്ട് വ്യക്തിമംഗളം ഉണ്ടാവൂ എന്ന ഏത് സാധനാ സമ്പ്രദായം അനുഷ്ഠിച്ചാലും അത് പ്രത്യേകിച്ച് നമ്മൾ കടന്നു പോകുന്ന വഴികൾ നമ്മുടെ മനസ്സിനെ വിശാലമാക്കുകയും ബോധത്തെ ഹിമാലയത്തോളം ഉയർത്തുകയും ബോധത്തിന് വ്യോമത്തിൻ്റെ വിശാലത പ്രദാനം ചെയ്യുകയാണ് അഘോര ഉൾപ്പെടെയുള്ള എല്ലാ സാധനാ സമ്പ്രദായങ്ങളുടെയും ഉദ്ദേശ്യം എന്ന് ഒരു അഘോര ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ, ഒരു പ്രമേയം. അപ്പോൾ ആ അഘോര സാധനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിരസകരമായി വളരെ മനോഹരമായി ഈ ശശിപ്രകാശ് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ നോവല് കൂടുതൽ വായിക്കപ്പെടട്ടെ, അത് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.